വെൽക്കം ബാക്ക് ടു റിയാൻസ് ഫാമിലി. ഇന്നാണ് സ്പൈസി ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി ആയിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോകാം. നമ്മൾ 3 താറാവാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് നല്ലോണം വൃത്തിയായി കഴുകി ചെറിയ ചെറിയ പീസാക്കി അരിഞ്ഞെടുക്കുക. ഇനി നമ്മൾ ചട്ടി വെച്ച് ആവശ്യത്തിനോട് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് 3 അരിഞ്ഞ് പേസ്റ്റാക്കി അരിച്ചത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അതൊന്ന് വരുമ്പോഴത്തേക്കും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഉള്ളിയിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് ഒരു ചട്ടിയിൽ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത് 3 നല്ലതുപോലെ വറുത്ത് എടുത്തതിന് ശേഷം നമ്മുടെ ഈ കിട്ടിയ ഉള്ളിലേക്ക് ചേർത്ത് ഒന്നുകൂടി മൂപ്പിച്ചെടുക്കുക. 2 ടേബിൾ സ്പൂൺ മുളക് പൊടിക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്ന ക്രമത്തിലാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാല കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ചും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിന് ശേഷം നല്ലതുപോലെ നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വൃത്തിയായി കഴുകിയെടുത്ത് വെച്ച താറാവ് ഇറച്ചി ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ യോജിപ്പിക്കുക. നല്ലതുപോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിനി ഒരു 15 മിനിറ്റ് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോഴേക്കും ഈ ഗ്രേവി മസാലയും ഇതെല്ലാം നമ്മുടെ ഈ താറാവ് ഇറച്ചിയിൽ ഒന്നുകൂടി നല്ല ചേർത്ത് പറ്റിക്കിട്ട് നമുക്കിനി അതിന് ശേഷം നമുക്ക് നോക്കാം. ഏകദേശം 15 മിനിറ്റോളം കഴിഞ്ഞിട്ട് അടുപ്പത്തേക്ക് നല്ലപോലെ നമ്മുടെ കറി തെളിച്ച് ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിന്ന് നല്ലതുപോലെ യോജിപ്പിച്ച് കൊടുക്കാം. നമ്മുടെ അരപ്പും മസാലയെല്ലാം നമ്മുടെ ഈ താറാവ് കറിയിൽ നല്ലതുപോലെ ചേർന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അടിപൊളി സ്പൈസി ടേസ്റ്റി ആയിട്ടുള്ള താറാവ് കറി റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിനി ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഈ കറി ഏതിൻ്റെ കൂടി സൂട്ടായിട്ടുള്ള ഒരു കറിയാണ്. ചപ്പാത്തിയുടെ കൂടെ, പൂറ്റിയുടെ കൂടെ, പൊറോട്ടയുടെ കൂടെ, ഫ്രൈഡ് റൈസിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെ ഏതിൻ്റെ കൂടെയോ നമുക്ക് നല്ല രീതിയിൽ ചേർത്ത് കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ഇത് എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയുമായിട്ട് പിന്നെ